അപ്പോൾ നമ്മൾ പുതിയൊരു ഇൻറ്റീരിയർ വർക്ക് ചെയ്ത ഒരു വീടാണ്. പുതിയ വീട് നാളെ പാലുകാച്ചാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഒരു വർക്ക് ഫിനിഷായിട്ടുള്ളൊരു കണ്ടീഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഹാളിനകത്ത് ചെയ്തിരിക്കുന്ന ഒരു ടി വി യൂണിറ്റ് എന്ന് പറയുന്ന ഇതാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലോങ്ങിലുള്ളൊരു ടി വി യൂണിറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത കൊണ്ട് തന്നെ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പല വർക്കും ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ ഇത്രയും ലോങ് ആയിട്ടുള്ളൊരു ടി വി യൂണിറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്, അത് താഴെ ബോക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് നമ്മൾ സാധനമൊക്കെ വെക്കാനുള്ള സ്റ്റോറേജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹാളിനകത്ത് ഇവിടെ ഒരു ഇൻവെർട്ടർ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻവെർട്ടറൊക്കെ വെക്കാൻ വേണ്ടി ഒരു ഇൻവെർട്ടർ യൂണിറ്റ് നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്ത് കുറച്ച് ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടി ചെറിയൊരു ഡിസൈൻ വർക്ക് പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ട ഒരു ഹാങ്ങിങ് ലൈറ്റും, അതുപോലെ മേലൊരു സ്ട്രിപ്പ് വർക്ക്, അതുപോലെ ഇവിടെ നമ്മൾ പാനൽ ചെയ്തിട്ടുണ്ട്. പാനൽ ചെയ്തിട്ട് അതിവിടെ ഒരു സ്ട്രിപ്പ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മെയിനായിട്ടും നമുക്ക് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ കിച്ചണാണ്. കിച്ചണകത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടൊരു ഗ്ലാസ് ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടി കോക്കറി ഷെൽഫ് പോലൊരു സാധനം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു സാധനമാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ വീട്ടിൽ വെറൈറ്റി ആയിട്ട് ചെയ്തൊരു സാധനമാണ് നമ്മൾ കണ്ട് ഈ പാൻട്രി ചെയ്തിരിക്കുന്നത്. ഇത് പാൻട്രി എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലിത് അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. കിച്ചണകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് പാൻട്രി. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് നമുക്ക് സാധനമൊക്കെ വെക്കാൻ പറ്റുന്നൊരു സാധനമാണ് പാൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ പാൻട്രി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നോർമൽ നമ്മളെല്ലാ വീടുകളിലും ചെയ്യുന്ന ബാസ്ക്കറ്റുകളൊക്കെയാണ് പ്ലേറ്റ് വെക്കാനുള്ളതും. നമ്മൾ 4 ബാസ്ക്കറ്റ് ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട്. 4 ബാസ്ക്കറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മളിവിടെ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ചീത്തയാകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പണായിട്ടൊരു കൊട്ട ചെയ്തിട്ടുണ്ട്. 2 ചെയ്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വേറൊരു സ്പേസ് നമ്മൾ ഗ്ലാസ് ഇട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പുറത്തോട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന് പുറകിലും കൂടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഒരു ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഫ്രണ്ടോട്ട് വരും. ഫ്രണ്ടോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പിലെല്ലാം ഇതേപോലെ നമ്മൾ കബോർഡ് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലെല്ലാം അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാം. എന്തെങ്കിലും പൈപ്പ് ലൈനോ വയറുകളോ ഒക്കെ വിടണമെങ്കിൽ നമുക്കിതിൻ്റെ അടിയിൽ കൂടെ ഇടാം. 4 ഇഞ്ച് ബോർഡർ വെച്ച് ചെയ്യുന്ന കാരണം നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ഉള്ള എന്തെങ്കിലുമൊക്കെ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ കൂടെ വിടാനൊക്കെ സൗകര്യമാണ്. പൈപ്പോ വയറോ അങ്ങനെ എന്ത് വേണമെങ്കിലും വിടാം. ഇതാണ് നമ്മൾ മെയിനായിട്ടും കിച്ചണകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മളൊരു വർക്ക് ഏരിയ സ്പേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് പിന്നെ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ നമ്മൾ ഇപ്പോൾ മെയിൻ കിച്ചണൊന്നും ആരും എപ്പോഴും കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കത്തില്ല. അപ്പോൾ വർക്ക് ഏരിയ ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ നമ്മൾ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ ഓപ്പൺ സ്പേസ് ആയിട്ട് ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീടുകളിലൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നൊരു കാരണം ചിലവ്. ആ ചിലവ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതവർ വെച്ചിട്ടില്ല. പാലുകാച്ച് ഫംഗ്ഷനൊക്കെ ഉണ്ട് വെക്കാൻ. അപ്പോൾ അതിന് ശേഷം ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ചിലവ് വെച്ചാലും ഇതിൻ്റെ താഴെ നമുക്ക് എന്തെങ്കിലും പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിൽ നമുക്കിവിടെ താഴെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമ്മൾ കിച്ചണിൻ്റെയും വർക്ക് ഏരിയ. ഇനി നമുക്ക് റൂമിനകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു പോകാം. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റൂമിനകമാണ്. റൂമിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂമും ഒരേപോലെ ഡിസൈനാണ്. കളർ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് അത്യാവശ്യം ലോക്കാണ് കേട്ടോ. അവർ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് ലോക്ക് ചെയ്തേക്കാണ്. പിന്നെ ഇത് തുറന്ന് കാണിക്കാം. നമ്മൾ ഇതിനകത്ത് ഇതേപോലെ ഹാങ് ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. തട്ടുണ്ട്. ഇത് ലോക്ക് ചെയ്തേക്കാണ്. ഇത് ലോക്ക് ചെയ്തേക്കുന്നത് ഇതിനകത്ത് ഫുള്ള് തട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ താഴെ നമ്മൾ ഇതുപോലെ നമ്മൾ അത്യാവശ്യം ചെറിയ തുണികളൊക്കെ വാരിയിടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടൊരു ഡോറ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഒരു ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിന് ലോക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിവിടെ വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്
ഇവിടെ നമ്മൾ മിറർ കൊടുത്തിട്ടുണ്ട്. മിറർ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമ്മളത് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 3 ടൈപ്പ് വെട്ടമാണ്, 3 ടൈപ്പിലുള്ള ലൈറ്റാണ് ഇതിനകത്ത് വരുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ആരും കാണാത്ത രീതിയിലൊക്കെ വെക്കാനും എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇത് സ്ലൈഡിങ് ആണ്. നേരെ ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുക. സ്ലൈഡ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുക. നമുക്ക് വേണ്ട അത്യാവശ്യം ഒരുങ്ങാനുള്ള ഐറ്റംസൊക്കെ വെക്കാം. അതിന് ശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നേരെ ഇങ്ങനെ അടച്ച് ലോക്ക് ചെയ്തിടുക. ഇതാണ് നമ്മളെ കബോർഡിൻ്റെ ഒരു ഇതുപോലെ മേളിൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് ഉണ്ട്. വലിയ ബാഗുകൾ പെട്ടികളൊക്കെ വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലൂമിനിയവും PVC ഷീറ്റിനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ടത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ വരുന്ന സെഷനല്ല, ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയൊരു ജെ സെഷൻ എന്നതാണ് ഈ ഡോറിന് പറയുന്നത്. ജെയുടെ ബോർഡർ സെഷനാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ PVC ഷീറ്റാണ്. 15 വർഷത്തെ വാറണ്ടിയുള്ള PVC ലാമിനേഷൻ ഷീറ്റാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ വാറണ്ടി ഉള്ള സാധനം ഉപയോഗിക്കണമെന്നില്ല. സെയിം കളറിൽ തന്നെ ഷീറ്റുകൾ നമുക്ക് വാറണ്ടി ഇല്ലാത്ത കുറഞ്ഞ ഷീറ്റുകൾ കിട്ടും. അതിനൊക്കെ റേറ്റ് കുറവാണ്. പക്ഷേ കാണുമ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ ഇരിക്കുമെന്നേ ഉള്ളൂ. പക്ഷേ എങ്കിൽ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാകും. നമ്മളതുപോലെ ബ്രോഷർ കൊണ്ടുവന്ന് നമ്മൾ ആൾക്കാരെ കാണിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അലൂമിനിയം ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം എല്ലാം ഹെവിയാണ്. അലൂമിനിയം എല്ലാം 1 കിലോയ്ക്ക് മേളിലുള്ള പിന്നെ 1.25 പൈപ്പാണെങ്കിലും ഈ ഡോറിൻ്റെ ഫ്രെയിം ആണെങ്കിലും ഇതൊക്കെ നോർമൽ കടകളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 700 ഗ്രാം 800 ഗ്രാമുള്ള പൈപ്പുകളായിരിക്കും ഇരിക്കുന്നത്. നമുക്ക് വേണ്ട സാധനങ്ങൾ പ്രത്യേകം നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് കൂടിയ സാധനം വേണമെന്ന് പറഞ്ഞതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തി നമ്മൾ ചെയ്യുന്ന വർക്കാണിത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ വർക്ക് അതുപോലെ ഹെവി ആയിരിക്കും, നല്ല സ്ട്രോങ് വർക്കായിരിക്കും. ഇതുപോലെ തന്നെ വേറൊരു റൂമുണ്ട്, സെയിം ഡിസൈനാണ്, പക്ഷേ കളർ കുറച്ച് വ്യത്യാസം. നമുക്കതും കൂടെ കാണാം. ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഷ് കൗണ്ടറാണ്. വാഷ് കൗണ്ടർ സിമ്പിളായിട്ടുള്ളൊരു വാഷ് കൗണ്ടർ ചെയ്തേക്കുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വെക്കാം. മിറർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ടച്ച് മിററാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. 3 കളർ വരുന്ന രീതിയിലുള്ള ടച്ച് മിററാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ വളരെ സ്പേസ് കുറഞ്ഞ ഒരു സ്പേസ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെറിയ രീതിയിലുള്ള ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ നമ്മൾ ചെറിയ 1 വാട്ടിൻ്റെ വീതമുള്ള 3 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൂമിനകത്തോട്ട് കയറുന്നതിനൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ രീതിയിൽ കൗണ്ടർ ചെയ്തിരിക്കുന്നത്. അടുത്ത റൂമും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം മോഡൽ തന്നെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളെല്ലായിടത്തും കോമൺ ആയിട്ടൊരു മാർബിൾ വൈറ്റ് എന്ന് പറയുന്ന ഷീറ്റാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ വീട്ടിൽ ഫുള്ളായിട്ട് വുഡിൻ്റെ കൂടെ ആണെങ്കിലും കളറിൻ്റെ കൂടെ ആണെങ്കിലും മാർബിൾ വൈറ്റ് എന്ന് പറയുന്ന ഷീറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കളർ കുറച്ച് ചേഞ്ചാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ റൂമിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഈ ഷെൽഫിനകത്ത് എങ്ങനെ നമ്മൾ ഷെൽഫ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇതുപോലെ കുറച്ച് തട്ടുകൾ, പല വലുപ്പത്തിലായിട്ടുള്ള തട്ടുകൾ ചെയ്തിരിക്കുന്നത്, പല വലുപ്പത്തിലുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി തട്ടുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഷർട്ട് ഹാങ് ചെയ്തിടാനുള്ള സൗകര്യങ്ങളും തട്ടും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ താഴെ ഡ്രോയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ നമ്മളൊരു ഡ്രോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രോ സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെ ഒരു ചെറിയ സ്റ്റോറേജ് ഉണ്ട്. സെയിം രീതിയിൽ തന്നെ മിറർ നമ്മൾ ടച്ച് കൊടുത്തിട്ടുണ്ട്. 3 കളർ വരുന്ന ടച്ചാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഈ പറഞ്ഞ ബാക്കിലൊരു സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതി ഉണ്ടോ. ഇത്രയും സാധനങ്ങൾ ഇതിപ്പോൾ ഈ വീട്ടിൽ അവർ പല സാധനങ്ങളും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനൊരു രീതി ചെയ്യുന്ന കാരണം ഇതൊന്നും ആരും കാണത്തില്ല, ഇങ്ങനെ സാധനങ്ങൾ വെക്കാം. നമ്മളല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് വെക്കുവാണെങ്കിൽ ഇതുപോലെ ടേബിളിൻ്റെ പുറത്തായി പോകും. അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പൺ തട്ട് വെച്ചാൽ തന്നെ ഈ സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇരിക്കുന്നത് പെട്ടെന്ന് ഒരാൾ റൂമിലോട്ട് കയറി വരുന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനൊരു സൗകര്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും അറിയാൻ പറ്റില്ല എന്താണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അപ്പം എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു സംവിധാനം ചെയ്തേക്കുന്നത്. ഇതാകുമ്പോൾ കുഴപ്പമില്ല. ഇവിടെ എന്തെങ്കിലും വെച്ചാൽ തന്നെ ഇത് നീക്കുകയും തുറക്കുകയോ അടയ്ക്കുകയും ചെയ്യുന്നതിനൊന്നും വിഷയമില്ല. നമുക്ക് സാധനം എടുക്കാം, ഇതുപോലെ അടച്ചിടാം, ലോക്ക് ആയിക്കോളും. ഇതാണ് നമുക്ക് റൂമിനകത്ത് ചെയ്തേക്കുന്ന ഇത്രയും പ്രത്യേകതകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ 2 റൂമേ ഇവിടെ കബോർഡ് ചെയ്തുള്ളൂ. ഇനി നമ്മൾക്ക് കാണാം മേളിലൊരു ചെറിയൊരു സ്റ്റഡി ടേബിൾ ചെയ്തിട്ടുണ്ട്. മേളിലൊരു റൂമിനകത്ത് ഒരു വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റെയറിൻ്റെ വർക്കൊന്ന് കാണാം. പിന്നെ നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ വർക്കാണ്. ഗ്ലാസിൻ്റെ ഹാൻഡ് റെയിൽ നമ്മൾ തേക്കിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്ന ഹാൻഡ് റെയിൽ. അപ്പോൾ നമ്മൾ പല രീതി പല ഷേപ്പ് ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ 12 mm ഗ്ലാസ്സിലാണ്
നല്ല തേക്കിൻ്റെ ഫിനിഷിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ല സ്ട്രോങ് സാധനമാണ്. പിടിച്ച് കുലുക്കിയാലൊന്നും കുലുക്കത്തും എടുക്കത്തൊന്നുമില്ല. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിവിടെ മുകളിലത്തെ ഫ്ലോറിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ നമ്മളിവിടെ ചെറിയൊരു സ്റ്റഡി ടേബിൾ, ഇവിടുത്തെ കൊച്ചുണ്ട്, കൊച്ചിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ആളായതുകൊണ്ട് നമ്മൾ ചെറിയ സ്റ്റഡി ടേബിളാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം ബാഗും ബുക്കും ഒക്കെ വെക്കാം. ഓപ്പണായിട്ട് അത്യാവശ്യമായ സാധനങ്ങൾ എടുക്കാം. ബോർഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇതിനകത്ത് നമ്മൾ ചെറിയൊരു വാഷ് കൗണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് ഇച്ചിരി മിറർ വലിയ സൈസായിട്ട് കൊടുത്തുകൊണ്ട് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കറക്റ്റ് അളവിന് തന്നെ ബാത്റൂമിലോട്ട് കയറുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനുള്ളൊരു രീതിയിലാണ് നമ്മൾ കറക്റ്റ് ആ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാഷ് കൗണ്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇവിടെ അടുത്ത് നിന്നുകൊണ്ട് കഴുകാം, യൂസ് ചെയ്യാൻ അധികം വീതിയില്ല. അങ്ങനെ ഈ വീട്ടിലെ വർക്കുകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലുള്ള നല്ല വർക്കിൻ്റെ വീഡിയോസുകളൊക്കെ ഇനി നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഇനിയും വീഡിയോസുകളൊക്കെ ഇടാൻ ഞങ്ങൾക്ക് ഒരു പ്രചോദനമാവും നിങ്ങളുടെ ഓരോ കമൻറ്റുകളും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മളിവിടെ ബാൽക്കണിയിൽ ചെറിയൊരു വർക്ക് കൂടെ ചെയ്തിട്ടുണ്ട്. ബാൽക്കണി നമ്മൾ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇതും നമ്മൾ വുഡിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. 2 പീസ് ഗ്ലാസ്സായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 11 അടി ലെങ്തിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇതും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വർക്കാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്.